ഡിജിറ്റൽ യുഗത്തിലെ ജനപ്രീതിയുടെയും പുതിയ അളവുകോലുകൾ തിരുത്തി കുറിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ചരിത്രപരമായ ഒരു നാഴികക്കല്ല് പിന്നിട്ടു. ഇൻസ്റ്റഗ്രാമിൽ 10 കോടി അഥവാ 100 മില്യൺ ഫോളോവേഴ്സിനെ തികയ്ക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവായി മോദി മാറി. 2014 ഇൻസ്റ്റഗ്രാമിൽ ചേർന്ന പ്രധാനമന്ത്രിക്ക് നിലവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ഇരട്ടിയിലധികം ഫോളോവേഴ്സ് ഉണ്ട്. ലോകത്തെ മറ്റ് 5 പ്രധാന നേതാക്കളുടെ ആകെ ഫോളോവേഴ്സിനേക്കാൾ കൂടുതലാണ് മോദിയുടെ വ്യക്തിഗത ഫോളോവർ കൗണ്ട്. നിലവിൽ ഡൊണാൾഡ് ട്രംപിന് 4.32 കോടി ഫോളോവേഴ്സ് ആണ് ഉള്ളത്. തൊട്ട് പിന്നാലെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രോബോവോയ്ക്ക് 1.5 കോടി. അടുത്തത് ബ്രസീലിയൻ പ്രസിഡന്റ് ലുല 1.44 കോടി. തുർക്കി പ്രസിഡന്റിന്റേത് 1.16 കോടി. അർജന്റീനിയൻ പ്രസിഡന്റിന് 64 ലക്ഷം എന്നിങ്ങനെയാണ് ഉള്ളത്. 2014 പ്രധാനമന്ത്രിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്നത്. മോദി ഇൻസ്റ്റാഗ്രാമിൽ ആരെയും പിന്തുടരുന്നില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാളും ഇരട്ടിയാണ് മോദിയുടെ ഫോളോവേഴ്സ് എന്ന് എടുത്തു പറയണം. 2014 ലളിതമായ ഒരു തുടക്കമിട്ട മോദി ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു ആഗോള ബ്രാൻഡായി വളർന്നിരിക്കുന്നു. യുവാക്കൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനവും വിദേശ രാജ്യങ്ങളിലെ സ്വീകാര്യതയും ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ്. ഭരണപരമായ കാര്യങ്ങൾക്കൊപ്പം സാംസ്കാരിക വിനിമയങ്ങൾക്കും വ്യക്തിപരമായ നിമിഷങ്ങൾക്കും അദ്ദേഹം നൽകുന്ന പ്രാധാന്യമാണ് ഈ ഡിജിറ്റൽ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം. മറ്റ് ലോക നേതാക്കളെ ബഹുദൂരം പിന്നിലാക്കിയുള്ള ഈ കുതിപ്പ് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ആഗോളതലത്തിൽ വർദ്ധിക്കുന്നതിന്റെ തെളിവാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഈ വൻ മുന്നേറ്റം വെറുമൊരു അക്കൗണ്ടിലെ ഫോളോവേഴ്സിന്റെ എണ്ണം മാത്രമല്ല, ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ആഗോളതലത്തിൽ എത്രത്തോളം ശക്തമാണെന്നതിന്റെ തെളിവ് കൂടിയാണ്. വിവരസാങ്കേതിക വിദ്യയും ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ദൂരം കുറയ്ക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിന് നരേന്ദ്രമോദി ഒരു മികച്ച ഉദാഹരണമാണ്. രാഷ്ട്രീയത്തിന് അതീതമായി പല കാര്യങ്ങളും പങ്കുവെക്കുന്നതിലൂടെ അദ്ദേഹം നേടിയെടുത്ത സ്വീകാര്യത വരും തലമുറയിലെ രാഷ്ട്രീയക്കാർക്ക് വലിയൊരു മാതൃകയാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പ്രധാനമന്ത്രി തന്നെ മുൻപേ നടക്കുന്നു എന്നതിന്റെ സാക്ഷ്യപത്രം കൂടിയാണിത്. വെറുമൊരു ഫോളോവർ കണക്കിനേക്കാൾ ഉപരിയായി പ്രധാനമന്ത്രി പങ്കുവെക്കുന്ന ഓരോ പോസ്റ്റിലും ലഭിക്കുന്ന ലൈക്കുകളുടെയും കമന്റുകളുടെയും എണ്ണം ആഗോള സെലിബ്രിറ്റികളുടേതിന് തുല്യമാണ്. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർ കുറവാണ്. അത്രത്തോളം പ്രസക്തിയുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇന്നത്തെ കാലത്ത്. വ്യക്തിഗത ആവശ്യങ്ങൾക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും എല്ലാം സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് വിൽക്കപ്പെടാനുള്ള സാധ്യത തീരെയില്ല. എല്ലാ മേഖലകളിലും അത്രത്തോളം പ്രാധാന്യം ഇന്ന് സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ പോലും ഈ ഡിജിറ്റൽ കാര്യങ്ങൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡിലിങ്ങിന് പല പാർട്ടികൾക്കും വലിയ സന്നാഹം തന്നെ നിലവിലുണ്ട്. അത് ചെറിയ കാര്യമല്ല. അതിനായി വലിയ രീതിയിലുള്ള പണവും ഇതിലേക്ക് മുടക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യ പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. ആ മേഖലയിലെ ഏറ്റവും വിദഗ്ധരായ ആൾക്കാരെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഇലക്ഷൻ വരാൻ പോവുകയാണ് കേരളത്തിൽ. അപ്പൊ കാണാം പോസ്റ്ററുകളും റീലുകളുടെ ഒക്കെ ഒരു തരംഗം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നമ്മളത് കണ്ടതാണ്, എത്തരത്തിലാണ് സോഷ്യൽ മീഡിയ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നു എന്നത്. അപ്പൊ അതിന്റെ പുതിയ പുതിയ വേർഷനും പുതിയ തരത്തിലുള്ള റീലുകളും നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്ഷനും പിന്നെ ഈ പറയുന്നത് പോലെ ഭരണപക്ഷത്തിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാനുള്ള ഭരണപക്ഷത്തിന്റെ ആരോപണങ്ങളും അത് പല രീതിയിലുള്ള രസകരമായ റീലുകളും നർമ്മം ചേർത്തുള്ളതും അല്ലാതെ നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ളതും അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനിയിപ്പോ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ വരുന്നത് കൊണ്ട് അതിന്റെയൊക്കെ ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശരിക്കും പല റീലുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും ആൾക്കാർ ഇത്രയും ക്രിയേറ്റീവ് ആണോ എന്ന്. അത്തരത്തിലാണ് ചില റീലുകൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും ഒക്കെ. ഇതിനെല്ലാം പുറകിൽ മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് ഒരു കാര്യത്തിന് 2 വശമുണ്ട്. നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതിനെ മോശമായിട്ട് ഉപയോഗിക്കാം. സാങ്കേതിക വിദ്യയെ എത്രത്തോളം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ അത്രയും നല്ലത്. അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയെ മോശമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. പല രീതിയിലുള്ള ദുരുപയോഗങ്ങളും മറ്റുമൊക്കെ നമ്മൾ കാണാറുണ്ട്. അതെല്ലാം പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. എന്തായാലും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ചെറിയൊരു കാര്യമല്ല, എല്ലാ മേഖലയിലും അത് വ്യാപിച്ചു കഴിഞ്ഞു. അക്കാര്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹുദൂരം മുന്നിൽ തന്നെയാണ്.